നമ്മുടെ രക്ഷകനും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എന്നെ കേൾക്കുന്ന ഏവർക്കും സ്നേഹവന്ദനം. വെളിപ്പാട് പുസ്തക പഠനം എന്ന സീരീസിലെ 11ാമത്തെ ക്ലാസ്സാണ് ഇത്. വെളിപ്പാട് 1-ാം അധ്യായം 8-ാം വാക്യമാണ് പഠന വിഷയം. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് പറയുന്നു എന്നാണ് ആ വാക്യം. അതിൻ്റെ കുറച്ചുകൂടി കൃത്യമായ മറ്റൊരു തർജ്ജമ കൂടെ ഞാൻ വായിക്കാം. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് സർവശക്തൻ, ഉള്ളവനും ഉണ്ടായിരുന്നവനും വരുന്നവനുമായവൻ ദൈവമായ യഹോവ പറയുന്നു. ഈ വായനയിൽ നിന്ന് നമുക്ക് ആർക്കും മനസ്സിലാക്കാവുന്ന ഒരു ലളിതമായ സത്യമുണ്ട്. അത് ഈ വാക്കുകൾ ദൈവമായ യഹോവയുടെ വാക്കുകളാണ് എന്നുള്ളതാണ്. കുരിയോസ് എന്ന് മൂലഭാഷയിൽ ആർട്ടിക്കിൾ ഇല്ലാതെയാണ് എഴുതിയിരിക്കുന്നത്. അത് യഹോവയെ കുറിക്കുന്നതാണെന്ന് സൂചിപ്പിക്കുവാനാണ് ഇങ്ങനെ ആർട്ടിക്കിൾ ഇല്ലാതെ എഴുതിയിരിക്കുന്നത്. ദൈവത്തെ ഈ വചനഭാഗത്ത് മൊത്തം 4 വിശേഷണങ്ങളാൽ ആണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. 1 ആൽഫയും ഒമേഗയും, 2 സർവശക്തൻ, 3 ഉള്ളവനും ഉണ്ടായിരുന്നവനും വരുന്നവനും ആയവൻ, 4 യഹോവ. ഇനി ആ ഓരോ വിശേഷണങ്ങളെയും കുറിച്ച് അല്പം വിശദമായിട്ട് ചിന്തിക്കാം. 1 അൽഫയും ഒമേഗയും. അൽഫയും ഒമേഗയും യവന ഭാഷയിലെ ആദ്യത്തെയും അവസാനത്തെയും അക്ഷരങ്ങളാണ്. അൽഫയും ഒമേഗയും യവന ഭാഷയിലെ അക്ഷരങ്ങളാണെങ്കിലും അൽഫയും ഒമേഗയും എന്ന പ്രയോഗം എബ്രായ ഭാഷയിൽ ഉള്ളത് ആണ്, എബ്രായരുടേതാണ്. അൽഫയും ഒമേഗയും എന്നതിന് പകരം എബ്രായ ഭാഷയിൽ അലേഫും തവും എന്ന് പറയും എന്ന് മാത്രമേ ഉള്ളൂ. ഇത് സംബന്ധിച്ച് എബ്രായ ഭാഷാ പണ്ഡിതനായ ആദം ക്ലാർക്ക് പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. ദിസ് മോഡ് ഓഫ് സ്പീച്ച് ഈസ് ബോറോഡ് ഫ്രം ദ Jews who express the whole compass of the things by Aleph and Tau, the first and last letters of Hebrew alphabet. But as Saint John was writing in Greek, he accommodates the whole to the Greek alphabet, of which Alpha and Omega are the first and last letters. Received text ഉപയോഗിക്കുന്ന KJV, NKJV മുതലായ തർജ്ജമകളിൽ ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്ന് പറഞ്ഞ ശേഷം ആരംഭവും അവസാനവും എന്നുകൂടെ പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്. I am the Alpha and the Omega, beginning and end, said the Lord എന്നാണ് NKJV ഭാഷ്യം. ആകയാൽ ഞാൻ അൽഫയും ഒമേഗയും ആകുന്നു എന്നതിന് ഞാൻ ആരംഭവും അവസാനവും ആകുന്നു എന്നാണ് അർത്ഥം. വെളിപ്പാട് പുസ്തകം 21:6 ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ആരംഭവും അവസാനവും ആകുന്നു. ഐ ആം ദ ആൽഫ ആൻഡ് ദ ഒമേഗ, ദ ബിഗിനിങ് ആൻഡ് ദി എൻഡ്. ഇവിടെ സംസാരിക്കുന്നത് സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവമാണെന്ന് 5-ാം വാക്യം പറയുന്നു. ഇങ്ങനെ ആൽഫയും ഒമേഗയും എന്നതിൻ്റെ അർത്ഥം ആരംഭവും അവസാനവും എന്നാണെന്ന് ഒരിക്കൽ കൂടി പ്രസ്താവിച്ചിരിക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 22:13 ഇതേ പദപ്രയോഗം വീണ്ടും കാണുന്നുണ്ട്. ഞാൻ അൽഫയും ഒമേഗയും ഒന്നാമനും ഒടുക്കത്തവനും ആദിയും അന്തവുമാകുന്നു എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അവിടെ അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ളതാകുന്നു എന്നുള്ളത് പ്രസ്താവ്യമാണ്. ആകയാൽ അൽഫയും ഒമേഗയും എന്നതിൻ്റെ അർത്ഥം ആരംഭവും അവസാനവും, ഒന്നാമത്തവനും ഒടുക്കത്തവനും, ആദ്യവും അന്തവും എന്നൊക്കെ ആകുന്നു. ആകയാൽ ദൈവപുത്രൻ അൽഫയും ഒമേഗയും ഒന്നാമത്തവനും ഒടുക്കത്തവനും ആദിയും അന്തവുമായ ദൈവമാകുന്നു. ഇത് നമ്മൾ കുറിച്ചിടേണ്ട ഒരു സത്യമാണ്. ആകയാൽ ദൈവപുത്രന് ആരംഭം ഇല്ല, അവസാനവും ഇല്ല. അനാദിയായും ശാശ്വതമായും അവിടുന്ന് ദൈവമാകുന്നു. നിത്യനായ ദൈവമാകുന്നു താൻ. അതുകൊണ്ട് ആണ് തന്നെ സത്യദൈവം എന്ന് വിളിച്ചിരിക്കുന്നത്, മഹാദൈവം എന്ന് വിളിച്ചിരിക്കുന്നത്. ദൈവപുത്രന്റെ അനാദി ജനനം എന്ന തെറ്റായ ഉപദേശത്തിനെതിരെ ഉപയോഗിക്കാവുന്ന ഒരു തെളിവ് കൂടെയാണ് ഈ വചനം. അതുകൂടാതെ വെളിപ്പാട് പുസ്തകം 1:17 വായിക്കുന്നു. ഞാൻ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ അവൻ്റെ പാദത്തിങ്കൽ വീണു. അവൻ തൻ്റെ വലം കൈ എൻ്റെ മേൽ വെച്ച് പറയുന്നു, നീ ഭയപ്പെടേണ്ട, ആദ്യവും അന്ത്യനും ജീവിക്കുന്നവനും ഞാനാകുന്നു. നീ ഭയപ്പെടേണ്ട,
ആദ്യനും അന്ത്യനും ജീവിക്കുന്നവനും ഞാനാകുന്നു. ഇങ്ങനെ യോഹന്നാനോട് പറഞ്ഞത് കർത്താവായ യേശു ക്രിസ്തു ആയിരുന്നു. ആകയാൽ സർവശക്തനായവൻ, ഉള്ളവനും ഉണ്ടായിരുന്നവനും വരുന്നവനുമായവൻ, ദൈവമായ യഹോവ എന്നീ വിശേഷണങ്ങളെല്ലാം യേശുക്രിസ്തുവിൻ്റെയും ആകുന്നു എന്ന് നമുക്കിവിടെ കാണുവാൻ സാധിക്കും. ഇങ്ങനെ പിതാവും പുത്രനും ഏക ദൈവമാണെന്ന് ഇവിടെ തെളിയുകയാണ്. യെശയ്യാവ് 41:4 യഹോവയായി ഞാൻ ആദ്യനും അന്ത്യന്മാരോട് കൂടെ അനന്യനുമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ആകയാൽ ആദ്യൻ, അനന്യൻ എന്നീ വിശേഷണങ്ങൾ യഹോവയായ ദൈവത്തിൻ്റെ പര്യായ നാമങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യെശയ്യാവ് 44:6 ഇസ്രായേലിന്റെ രാജാവായ യഹോവ, അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു, ഞാൻ അല്ലാതെ ഒരു ദൈവവുമില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യനും അന്ത്യനും എന്നത് യഹോവയായ ദൈവത്തിൻ്റെ പര്യായ നാമമാണ് എന്ന് ഇവിടെയും നമുക്ക് കാണുവാൻ സാധിക്കുന്നു. യെശയ്യാവ് 48:12 അങ്ങനെ തന്നെ കാണാം. യെശയ്യാവ് 48:12 ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്: ഞാൻ വിളിച്ചിരിക്കുന്ന ഇസ്രായേലേ കേൾക്കുക, ഞാൻ അനന്യൻ, ഞാൻ ആദ്യനും അന്ത്യനും ആകുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് എബ്രായ ലേഖനം 13 പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കുക: യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ ആകുന്നു. അതുകൊണ്ട് നമ്മുടെ കർത്താവ് യഹോവയായ ദൈവം തന്നെയാണ് എന്ന് ഈ സാഹചര്യത്തിൽ നമുക്ക് ഓർക്കുവാൻ കഴിയും. ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ അൽഫയും ഓമെഗയും ദൈവത്തിൻ്റെ പര്യായ പദങ്ങളാണ്. അവിടുന്ന് സകല സൃഷ്ടികളുടെയും ആരംഭവും അവസാനവുമാകുന്നു. സകലവും സൃഷ്ടിക്കുന്നവനും സകലവും നിലനിർത്തുന്നവനും സകലവും സംഹരിക്കുന്നവനും അവിടുന്നാണ്. സകലത്തിനു മുമ്പേ ഉള്ളവനും പിൻപേ ഉണ്ടായിരിക്കുവാൻ പോകുന്നവനും അവിടുന്നാണ്. ഈ കാരണത്താൽ വെളിപ്പാട് 3:14 യേശു തന്നെക്കുറിച്ച് പറയുന്നു: ഇനി നീ ലവോദിക്കയിലെ സഭയുടെ ദൂതൻ എഴുതുക, ആമേൻ, വിശ്വസ്തനായ സാക്ഷിയും സത്യമായവനും ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദി എന്നവൻ ഈ കാര്യങ്ങൾ പറയുന്നു എന്ന്. ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ ആദി എന്ന് വെച്ചാൽ സൃഷ്ടാവ് എന്നാണ് അർത്ഥം. സൃഷ്ടാവിലാണല്ലോ സൃഷ്ടിയുടെ ആരംഭം ഇരിക്കുന്നത്. ഇനി സർവശക്തൻ എന്ന പദപ്രയോഗത്തെക്കുറിച്ച് നമുക്ക് ശ്രദ്ധിക്കാം. ദൈവം സർവശക്തനാകുന്നു എന്ന് വെച്ചാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്നാണ് അർത്ഥം. അവൻ അരുളി ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തൻ എന്ന് എബ്രാഹാം വിശ്വസിച്ചതിൻ്റെ അടിസ്ഥാനം ദൈവം സർവശക്തനാകുന്നു എന്ന ബോധ്യമാണ്. ഞാൻ എബ്രാഹാമിനും ഇസാക്കിനും യാക്കോബിനും സർവശക്തിയുള്ള ദൈവമായിട്ട് പ്രത്യക്ഷനായി എന്ന് ദൈവം തന്നെ പുറപ്പാട് പുസ്തകം 6:3 സാക്ഷിക്കുന്നുണ്ടല്ലോ. വെളിപ്പാട് പുസ്തകത്തിൽ 7 പ്രാവശ്യം ഈ വിശേഷണ പ്രയോഗം, സർവശക്തൻ എന്നുള്ള വിശേഷണ പ്രയോഗം കാണുന്നുണ്ട്. അതിലെല്ലാം കർത്താവ് എന്ന പദം കൊണ്ട്, അതിന് മൂലഭാഷയിൽ ആർട്ടിക്കിൾ ചേർത്തിട്ടില്ലാത്തത് കൊണ്ട് യഹോവ എന്ന അർത്ഥമാണ് ഉള്ളത്. 4:8 ഇപ്രകാരം വായിക്കുന്നു: ഉണ്ടായിരുന്നവനും ഉള്ളവനും വരുന്നവനുമായി സർവശക്തനായ ദൈവമായ കർത്താവ്. 11:17 ഉള്ളവനും ഉണ്ടായിരുന്നവനും വരുന്നവനുമായി സർവശക്തനായ ദൈവമായ കർത്താവ്. 15:3 സർവശക്തനായ ദൈവമായ കർത്താവേ, നിന്റെ പ്രവൃത്തികൾ വലിയതും വിസ്മയകരവും, യുഗങ്ങളുടെ രാജാവേ, നിന്റെ വഴികൾ നീതിയായവയും സത്യമായവയും എന്ന് വായിക്കുന്നു. 16:7 അതേ സർവശക്തനായ ദൈവമായ കർത്താവേ, നിന്റെ ശിക്ഷകൾ സത്യമായവയും നീതിയായവയും എന്ന് വായിക്കുന്നു. 16:14 സർവശക്തനായ ദൈവത്തിൻ്റെ മഹാദിവസത്തിലെ യുദ്ധത്തിനായി അവരെ കൂട്ടിവരുത്തുവാൻ എന്ന് വായിക്കുന്നു. 19:15 അവൻ സർവശക്തനായ ദൈവത്തിൻ്റെ കോപത്തിൻ്റെ ക്രോധത്തിൻ്റെ വീഞ്ഞ് എൻ്റെ ചക്ക് ചവിട്ടുന്നു എന്ന് വായിക്കുന്നു. 21:22 ഞാൻ അവളിൽ തിരുനിവാസത്തെ കണ്ടില്ല, എന്തുകൊണ്ടെന്നാൽ സർവശക്തനായ ദൈവമായ യഹോവയും കുഞ്ഞാടും അവളുടെ തിരുനിവാസമാകുന്നു എന്ന് വായിക്കുന്നു. സത്യവേദ പുസ്തകത്തിൽ ആലയം എന്നാണ് ഉള്ളത്. എന്നാൽ സത്യവേദ പുസ്തകത്തിൽ ഇതര ഭാഗങ്ങളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നതിനനുസൃതമായി മന്ദിരം എന്നെങ്കിലും തർജ്ജമ ചെയ്യേണ്ടത് ആവശ്യമായിരുന്നു. ആലയത്തെ കുറിച്ചിട്ടല്ല, വിശുദ്ധ മന്ദിരത്തെ കുറിച്ചിട്ടാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. സർവശക്തനായ ദൈവമായ യഹോവയും കുഞ്ഞാടും അവളുടെ വിശുദ്ധ മന്ദിരമാകുന്നു, അഥവാ തിരുനിവാസമാകുന്നു. സ്വർഗീയ യെരൂശലേം എന്ന നഗരത്തിൽ മന്ദിരം അഥവാ തിരുനിവാസം ഒന്നേയുള്ളൂ: സർവശക്തനായ ദൈവമായ കർത്താവും കുഞ്ഞാടും.
നാം സാക്ഷ്യ കൂടാരത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പ്രാകാരത്തിൻ്റെ നടുവിലായിട്ട് വിശുദ്ധ മന്ദിരവും അതിവിശുദ്ധ മന്ദിരവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആരെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സർവശക്തനായ ദൈവമായ യഹോവയെയും ദൈവപുത്രനായ കുഞ്ഞാടിനെയുമാണ് അത് കാണിക്കുന്നത് എന്നാണ്. ആകയാൽ സർവശക്തനായ ദൈവമായ കർത്താവാകുന്നു കുഞ്ഞാട് എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയും. മോഡേൺ കിങ് ജെയിംസ് വെർഷൻ, ലിറ്ററൽ വേർഷൻ എന്നീ ഇംഗ്ലീഷ് പരിഭാഷകൾ സർവശക്തനായ ദൈവമായ യഹോവയും കുഞ്ഞാടും എന്ന വചനഭാഗത്തെ സർവശക്തനായ ദൈവമായ കർത്താവ് കുഞ്ഞാട് തന്നെ അവളുടെ ആലയം ആകുന്നു എന്ന് തർജ്ജമ ചെയ്തിട്ടുണ്ട്. ദ ലോർഡ് ഗോഡ് ഓൾമൈറ്റി ഈസ് ഇറ്റ്സ് ടെമ്പിൾ ഈവൻ ദ ലാംബ് എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. ആകയാൽ കുഞ്ഞാട് സർവശക്തനായ ദൈവമായ കർത്താവ് ആകുന്നു. അങ്ങനെ നമ്മുടെ കർത്താവായ യേശു സർവശക്തനായ ദൈവമായ യഹോവയാകുന്നു എന്ന് ഈ വചനത്തിന്റെ വെളിച്ചത്തിലും തെളിയുന്നു. ഇനി മൂന്നാമത്തെ വിശേഷണത്തെ കുറിച്ച് ചിന്തിക്കാം. ഉള്ളവനും ഉണ്ടായിരുന്നവനും വരുന്നവനും. ഇത്തരം ഒരു വിശേഷണം ആദ്യം 1:4 കണ്ടത്. ഉള്ളവൻ, ഉണ്ടായിരുന്നവൻ, വരുന്നവൻ എന്നീ വിശേഷണങ്ങൾ ഒരുമിച്ച് ദൈവത്തിൻ്റെ നാമം ആകുന്നു. ദൈവം ഇപ്പോഴുണ്ട്, കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്നു, വരും കാലങ്ങളിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നാണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം. നിത്യനായ ദൈവം എന്നാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആശയം. വെളിപ്പാട് പുസ്തകത്തിൽ 5 പ്രാവശ്യം ഈ പ്രയോഗം കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 1:4, 1:8, 4:8, 11:17, 16:5 എന്നീ 5 ഇടങ്ങളിൽ ഈ പരാമർശം കാണാം. 1:4 പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യോഹന്നാൻ ആസിയയിലുള്ള 7 സഭകൾക്ക് ഉള്ളവനും ഉണ്ടായിരുന്നവനും വരുന്നവനുമായെങ്കിൽ നിന്നും തൻ്റെ സിംഹാസനത്തിൻ്റെ മുമ്പാകെയുള്ള 7 ആത്മാക്കളുടെ പക്കൽ നിന്നും. അപ്പോൾ ഉള്ളവനും ഉണ്ടായിരുന്നവനും വരുന്നവനുമായവൻ ആണ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് എന്നാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. 1:8 സർവശക്തൻ, ഉള്ളവനും ഉണ്ടായിരുന്നവനും വരുന്നവനുമായവൻ ദൈവമായ കർത്താവ് പറയുന്നു, ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു. തീർച്ചയായിട്ടും മുമ്പ് വായിച്ച വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന യഹോവയായ ദൈവം ആണ് ഇവിടെയും വർണ്ണിക്കപ്പെട്ടിരിക്കുന്നത്. ഇനി 4:8 4 ജീവികൾ, അവയിൽ ഓരോന്നിനും 6 ചിറകുകൾ വീതം ഉണ്ട്. ചുറ്റും അകത്തും കണ്ണുകൾ നിറഞ്ഞിരിക്കുന്നു. അവ രാവും പകലും വിശ്രമമില്ലാതെ ഉണ്ടായിരുന്നവനും ഉള്ളവനും വരുന്നവനുമായ സർവശക്തനായ ദൈവമായ കർത്താവ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതിന് സമമായി 9-10 വാക്യങ്ങളിൽ എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു പോയിന്റാണ്. എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ എന്ന് 9-ലും എന്നേക്കും ജീവിച്ചിരിക്കുന്നവനെ നമസ്കരിച്ചു എന്ന് 10-ാം വാക്യത്തിലും നാം കാണുന്നു. അത് കൂടാതെ 5:14, 10:6, 15:7 എന്നീ വചനങ്ങളിലും എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ എന്ന വിശേഷണം നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മുടെ ദൈവം എന്നേക്കും ജീവിച്ചിരിക്കുന്നവൻ, നമ്മുടെ രക്ഷകനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു എന്നേക്കും ജീവിച്ച് ഇരിക്കുന്നവൻ. ഇനി 11-ാം അധ്യായം 17-ാം വാക്യത്തിലും ഉള്ളവനും ഉണ്ടായിരുന്നവനുമായ സർവശക്തനായ ദൈവമായ കർത്താവെ ഞങ്ങൾ നിനക്ക് നന്ദി അർപ്പിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. 16:5 അനന്തരം ഞാൻ വെള്ളങ്ങളുടെ ദൂതൻ പറയുന്നത് കേട്ടു, ഉള്ളവനും ഉണ്ടായിരുന്നവനുമായവനെ, പവിത്രനെ, നീ ഈ കാര്യങ്ങളെ വിധിച്ചതുകൊണ്ട് നീ നീതിമാനാകുന്നു. ഇനി 4-ാമതായിട്ട് ദൈവത്തിന് കൊടുത്തിരിക്കുന്ന വിശേഷണം ദൈവമായ യഹോവ എന്നാണ്. ഉൽപ്പത്തി 2:4 മുതൽ ധാരാളം കാണുന്ന ഒരു വിശേഷണമാണ് യഹോവ എന്നത്. അതിൻ്റെ ഉച്ചാരണം യാഹ്വേ എന്നാണെന്ന് അനേകർ ചിന്തിക്കുന്നു. എങ്കിലും ആ കാര്യത്തിൽ തീർച്ചയില്ല. അതിൻ്റെ അർത്ഥം അവനാകുന്നു എന്നാണ്. ഞാനാകുന്നു എന്നതും തത്തുല്യമായ അർത്ഥം തന്നെയാണ്. ഒന്ന് തേർഡ് പേഴ്സണിലും അടുത്തത് ഫസ്റ്റ് പേഴ്സണിലും ആണ് എന്ന് മാത്രം. അപ്രകാരം അത് ദൈവത്തിൻ്റെ സ്വയാസ്തിത്വത്തെയും സ്വതന്ത്രമായ നിലനിൽപ്പിനെയും മാറ്റമില്ലായ്മയെയും മറ്റും സൂചിപ്പിക്കുന്നു. ആ മഹൽ വ്യക്തിത്വമാണ് നമ്മുടെ ദൈവം. നാം പിതാവെന്ന് വിളിക്കുന്ന നമ്മുടെ ദൈവം, ദൈവപുത്രനായിരിക്കുന്ന യേശു ക്രിസ്തു എന്നുള്ളത് വളരെ ആശ്ചര്യകരമായിരിക്കുന്ന സത്യമാണ്.
ആകയാൽ ഈ മഹാദൈവത്തെ നമുക്ക് സേവിക്കാം. നാം ഈ വെളിപ്പാട് പുസ്തകം 1-9 വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളെ ഒന്ന് ചുരുക്കത്തിൽ ഓർക്കാം. നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള വർണ്ണനമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 4 വിശേഷണങ്ങളുണ്ട്. ആൽഫയും ഒമേഗയും, സർവശക്തൻ, ഉള്ളവനും ഉണ്ടായിരുന്നവനും വരുന്നവനും, യഹോവ. ഈ 4 വിശേഷണങ്ങളെയും ദൈവം സ്വയം തനിക്ക് ചാർത്തിയിരിക്കുന്ന വിശേഷണങ്ങളാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. ഞാൻ ആൽഫയും ഒമേഗയും ആകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ യഹോവ പറയുന്നു. അതേ വിശേഷണങ്ങളാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുള്ളത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിനെ നമുക്ക് അർഹിക്കുന്ന ഗൗരവത്തോടും ബഹുമാനത്തോടും കൂടെ സേവിക്കാം. നാം യോഹന്നാന്റെ സുവിശേഷം 5:22 വായിക്കുന്നുണ്ട്, പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയുടെ അധികാരമെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. അതുകൊണ്ട് ന്യായം വിധിക്കുന്ന ഒരു രക്ഷകനെ ആണ് നമുക്കിവിടെ ഈ പുസ്തകത്തിൽ പ്രമുഖമായിട്ടും കാണുവാനായിട്ട് സാധിക്കുന്നത്. ന്യായം വിധിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ, ആ ന്യായ കർത്താവിനെ നമുക്ക് തികഞ്ഞ ആദരവോടുകൂടെ അനുസരിച്ച് ജീവിക്കാം. തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ.